ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. റിയൽമിയുടെ 14 Pro Plus 5G എന്ന മോഡൽ എങ്ങനെയുണ്ട്? ഒരു 30,000 രൂപയുടെ ഫോണാണ്. 3 വേരിയൻ്റായിട്ട് ഈ ഒരു ഫോൺ വരുന്നുണ്ട്. ബേസ് മോഡൽ 8GB 128GB ആണ്. ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസ് 29,999 ആണ്. മിഡിൽ വേരിയൻറ്റ് വന്നിട്ട് 8GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 31,999. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256GB വേരിയൻ്റെ പ്രൈസ് 34,999 ആണ് വരുന്നത്. ബട്ട് ഇത് മാത്രമല്ല, ബാങ്ക് ഓഫർ വരുന്നുണ്ട്. ബാങ്ക് ഓഫറിലാണെങ്കിൽ ബേസ് മോഡൽ വന്നിട്ട് 28,000-ഉം മിഡിൽ വേരിയൻ്റ് വന്നിട്ട് 13,000-ഉം ഹയർ വേരിയൻ്റ് വന്നിട്ട് 13,999 അല്ലെങ്കിൽ 31,999-ഉം ഹയർ വേരിയൻറ്റും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,000 ആണ്. ആ ഒരു പ്രൈസ് പോയിൻ്റ് വെച്ച് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ഒരു കളർ ചേഞ്ചബിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതിന് വരുന്നത്. അതായത് നമ്മളിപ്പം ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച്, ടെമ്പറേച്ചറൊക്കെ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ബാക്ക് പാനലിൻ്റെ കളർ മാറും. നമ്മളിപ്പോൾ വീട്ടിൻ്റെ അകത്തുനിന്നൊരു കളറാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ കളർ മാറും. അല്ലെങ്കിൽ അതിൻ്റെ മേത്തേക്ക് എന്തെങ്കിലും ഐസ് പോലുള്ള കോൾഡായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുന്ന, അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കളറൊക്കെ മാറും. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കളറൊക്കെ മാറും. IP69 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവറൊക്കെ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു യൂസ്ഫുള്ളൊന്നുമില്ല. ഇതൊരു എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്നല്ല. വെറുതെ ഫോൺ വാങ്ങിച്ച പാടും എൻ്റെ ഫോൺ കളർ മാറുന്നുണ്ട് എന്നൊക്കെ ഷോ ഓഫ് കാണിക്കാൻ നല്ലാതെ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയല്ല. ആ ഒരു ഷോ ഓഫ് മാത്രമേ ഉണ്ടാവും. അത് വാങ്ങിച്ചൊരു കുറച്ച് നാൾ മാത്രമേ ഉണ്ടാവും. പിന്നെ ഈ കളർ മാറുന്ന വേണം നമുക്ക് ഓർമ്മയേ ഉണ്ടാവില്ല ഈ സംഭവം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഡിസൈൻ വൈസ് കഴിഞ്ഞ പോലെ തന്നെ ഒരു സെൻട്രൽ ക്യാമറ മൊഡ്യൂളൊക്കെയാണ് വരുന്നത്. പണ്ടത്തെയും കാട്ടിയും ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാണാൻ തന്നെ ആ ഒരു പണ്ടത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു വലിയ ക്യാമറ മൊഡ്യൂളായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നോർമലായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 194 ഗ്രാം വെയിറ്റും 7.7 mm തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെയിറ്റാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി വെയിറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പഴയ വെയിറ്റ് എനിക്ക് ഓർമ്മയില്ല, എന്നാലും അത് നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ക്യാമറ മൊഡ്യൂൾ തന്നെ ഭയങ്കര സൈസായിരുന്നു അത്. പക്ഷേ ഇതിൻ്റെ കാണുന്ന സമയത്ത് അത്രത്തോളം സൈസൊന്നും ഫോട്ടോയിലൊന്നും കാണുന്നില്ല കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ആണ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 3 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. ഒരു പേൾ വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു പർപ്പിൾ വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രീൻ കളർ കൂടെ വരുന്നുണ്ട്. അതിൽ പേൾ വൈറ്റിലാണ് ഈ പറയുന്ന കളർ വേരിയൻ്റ് കളേഴ്സൊക്കെ തന്നെ ചേഞ്ച് ആവുന്ന സംഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിസൈൻ വൈസ് എങ്ങനെയാണ് ഒരു വെറൈറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, കളർ ചേഞ്ചബിൾ ആയിട്ടുള്ള സംഭവമാണ്. വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. അതാ ഡിസൈനെ പറ്റി പറയാനുള്ളത്. കൊള്ളാം. ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന നല്ലൊരു ഡിസ്പ്ലേ നല്ല ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും എന്തായാലും ഇതിന് വരുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.83 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനിലൊരു ക്വാഡ് കർവ്ഡ് ആയിട്ടുള്ള അമോലെഡ് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. 1500 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനും ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ വൈസും 30K റേഞ്ച് എന്ന പ്രൈസ് പോയിന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും ഇതിന് കൊടുത്തിട്ടുണ്ട്. 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. സോ ഡിസ്പ്ലേ വൈസും ഇറ്റ്സ് ഗുഡ്. പ്രൈസ് പോയിന്റ് വെച്ച് പറയുകയാണെങ്കിൽ നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും ഇതിന് വരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ്, ക്യാമറ. പ്രൈമറി ക്യാമറ വന്നിട്ട് 15 MB IMX896 എന്ന സെൻസറാണ് കൊടുത്തുള്ളത്. സെക്കൻഡറി ക്യാമറ വന്നിട്ട് 50 MB IMX882 ഒരു 3x പെരിസ്കോപ്പിക് ലെൻസാണ് റിയറിൽ വരുന്നത്. തേർഡ് ക്യാമറ ആയിട്ട് ഒരു 8 MB അൾട്രാ വൈഡും കൊടുത്തിട്ടുണ്ട്. ഇനി സെൽഫി ക്യാമറ ആണെങ്കിൽ 32 MB സെൽഫി ക്യാമറ ആണ് വരുന്നത്. അത് ഏത് സെൻസറാണെന്ന് എടുത്തു പറയുന്നില്ല. വല്ല ഏതെങ്കിലും ഒരു ചാത്തൻ സെൻസറൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നീട് ഫ്രണ്ടിലും റിയറിലും 4K ആയിട്ട് 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റിയർ ക്യാമറയിൽ 60 FPS പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരു ബോറ് പരിപാടി. കാരണം ബെസ്റ്റ് ക്യാമറ ഫോണൊക്കെ പറഞ്ഞ് ഇറക്കുകയാണെങ്കിൽ ആ 60 FPS എങ്കിലും മിനിമം 4K കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നല്ലതാണ്. ഈ റേഞ്ചിൽ ആ പോക്കോയുടെ X7 പ്രോയിലടക്കം 4K 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രൈസ് പോയിന്റിൽ. അതിന് ഇതിനും കാട്ടി വില കുറവ്. അതൊരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണാണ്, എന്നിട്ട് പോലും അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 4K 16 ഇല്ല എന്ന് പറയുന്നത്, ബട്ട് റിയൽമി അതൊക്കെ കൊടുക്കായിരുന്നു. അതൊരു ബോർ പരിപാടി തോന്നി. അല്ലാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാനാണ് ഒരു ഫോൺ. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ഒരു ഫോണിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 1 2 3 LED ഫ്ലാഷ് റിയറിൽ കൊടുത്തിട്ടുണ്ട്. 3 ഫ്ലാഷ്. ഇനിയിപ്പം ടോർച്ചൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഭയങ്കര ഇങ്ങനെ വെട്ടിത്തിളങ്ങിയിട്ടൊക്കെ പോവാം. അതിന് എത്ര പവർ ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല. അതൊക്കെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് തിരിയുള്ളൂ. എല്ലാത്ത രീതിയിലും നമ്മുടെ ഫോണിൽ 3 ഫ്ലാഷ് ഉണ്ട്. നമ്മുടെ ഫോൺ കളറൊക്കെ ചേഞ്ച് ആവും. അങ്ങനെ ഒരുപാട് ഹൈലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഫോണിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ദിസ് ഫോൺ ഈസ് വെരി വെരി ഗുഡ്.
ആ കാര്യത്തിൽ നിങ്ങളൊന്നും നോക്കണ്ട, റിയൽമി 13 Pro Plus തന്നെയാണ് ബെസ്റ്റ് ഫോൺ ഈ ഒരു 30K റേഞ്ചിൽ എന്നുള്ളത് ഫോർ ഫോട്ടോഗ്രാഫി. അല്ലാത്ത രീതി വീഡിയോഗ്രാഫി ഞാൻ അത്ര ബെസ്റ്റാണെന്ന് പറയുന്നില്ല, കുഴപ്പമില്ല എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ക്യാമറ റിവ്യൂസൊക്കെ നോക്കുക. ഒരുപാട് ഫീച്ചേഴ്സൊക്കെ തന്നെ ക്യാമറയുടെ ഭാഗത്തൊക്കെ ഉണ്ട്. ബട്ട് പ്രോപ്പറായിട്ടുള്ള ക്യാമറ റിവ്യൂസ് എന്തായാലും നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം കേട്ടോ. സ്പെസിഫിക്കേഷൻസ് നോക്കിയിട്ട് ക്യാമറ എടുക്കരുത്. പിന്നീട് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് Qualcomm Snapdragon 7+ Gen 3 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. ആൻഡ് സ്കോറൊക്കെ ആണെങ്കിൽ 8,20,000 30,000 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നീട് LPDDR4X RAM USF 3.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നീട് BGMI ഒക്കെ കളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഫോണിൽ 60 FPS മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ റിയൽമി ക്ലൈം ചെയ്യുന്നുണ്ട്, അതായത് അടുത്ത അപ്ഡേറ്റിൽ എന്തായാലും 90 FPS ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. സോ അതുകൊണ്ട് ഗെയിമിങ്ങിനാണെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഒരു നോർമലായിട്ട് അത്യാവശ്യം സ്മൂത്തൊക്കെ ആയിട്ട് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി പറ്റും, നോ ഇഷ്യൂസ്. പിന്നെ അത്യാവശ്യം എല്ലാ AI ഫീച്ചേഴ്സും, മെയിനായിട്ട് ക്യാമറയുടെ ഭാഗത്ത് ഒരുപാട് AI ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഒരു ഫോട്ടോ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗത്തും ക്ലാരിറ്റി കൂട്ടുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ AI ഫീച്ചേഴ്സൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് കളർ OSൻ്റെ ഒരു മുന്തിയ വെർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെയറായിട്ട് സംഭവമാണ് ഈ പറഞ്ഞ റിയൽമി UI 6.0 എന്ന് പറയുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള UI വരുന്നുണ്ട്. പിന്നീട് Android 15 ആയിട്ടാണ് വരുന്നത്. 2 വർഷത്തേക്ക് Android അപ്ഡേറ്റും 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആരാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഓപ്പോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ ഫോണിൽ കളറ് മാറും, ബാക്കിൽ കളറ് മാറും, വെയിലത്ത് കൊണ്ടുപോയ കളറ് മാറും, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലിട്ട കളറ് മാറും എന്നൊക്കെ പറയാം. പിന്നെ എൻ്റെ ഫോണിൽ 3 ഫ്ലാഷ് ഉണ്ട്, 3 ക്യാമറയുണ്ട്, അങ്ങനെയൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോണാണ്. ഓവറോളായിട്ട് കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് ക്യാമറ ഓറിയൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഫോട്ടോഗ്രാഫിക്ക് ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് ഫോൺ. പിന്നീട് ഇവർ കമ്പയറൊക്കെ ചെയ്യുന്നത് സാംസങ് S24 Ultrയും 16 Pro Maxും Vivo X200 ഒക്കെ ആയിട്ടാണ്. അതിൻ്റെ ഒന്നും അയലത്തോലും എത്തില്ല എന്നത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതൊക്കെ എത്ര 1.5 ലക്ഷം രൂപയുടെ ഫോണൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തത്. അതിൻ്റെ അടുത്തൊന്നും എത്തത്തില്ല. Vivo X200 Pro X200ൻ്റെ അത്ര പോലും ക്യാമറ ഇതിന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും നിങ്ങൾ ക്യാമറ റിവ്യൂസൊക്കെ നോക്കുക. ബാക്കി ഡിസൈൻ വൈസും ബിൽഡ് ക്വാളിറ്റിയൊക്കെ സൂപ്പർബാണ്. ഡിസ്പ്ലേ കിടലാണ്, ക്യാമറ എന്തായാലും നല്ലതാണ്, പെർഫോമൻസൊക്കെ ഓക്കെ ആണ്. പിന്നീട് എന്താണ്, ബാറ്ററി ഫാസ്റ്റ് ചാർജറൊക്കെ കിടലനായിട്ട് വരുന്നുണ്ട്. സോ നല്ലൊരു ഫോണാണ്. 30,000 രൂപ റേഞ്ചിൽ ഇതാണ്. ക്യാമറ ഓറിയൻ്റായിട്ട് മാത്രം നോക്കുന്നുണ്ടെങ്കിൽ പോയി എടുക്കുക, അല്ലാത്ത രീതിയിലൊന്നും എടുക്കണമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല. എന്തായാലും റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം പോയി എടുക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.